കുന്നംകുളത്ത് നടന്നുവരുന്ന തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് കൊടിയിറങ്ങും. മേളയിൽ ചാലക്കുടി ഉപജില്ല മുന്നിട്ട് നിൽക്കുന്നു. തൃശൂർ ഈസ്റ്റ് ഉപജില്ലയാണ് രണ്ടാം സ്ഥാനത്ത്. കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് തലച്ചിറ ചേരുന്നു. പ്രിയങ്ക, നമുക്കറിയാം 3 ദിവസമായി നടക്കുന്ന കായികമേള, ജില്ലാ കായികമേള അതിൻ്റെ സമാപന ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ മുതൽ തന്നെ ട്രാക്ക് ഉണർന്നു. വിവിധ മത്സരങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് സംഘാടകരായ പ്രതിനിധികളിലേക്ക് തന്നെ എത്താം. എങ്ങനെയാണ് നിലവിൽ മത്സരങ്ങൾ പുരോഗമിക്കുന്നത്? ഇന്ന് ഏതൊക്കെ ഇവൻറ്റിൻ്റെ ഫൈനലാണ് നടക്കുന്നത്? എങ്ങനെയൊക്കെയാണ്? ഇന്നിപ്പോൾ 400 മീറ്റർ മത്സരങ്ങൾ, ഹഡിൽസ് മത്സരങ്ങൾ ആദ്യത്തെ ദിവസം മാറ്റിവെക്കേണ്ടി വന്ന സമയക്കുറവിൻ്റെ പുറത്ത്. അതൊഴികെ ബാക്കി എല്ലാ മത്സരങ്ങളുടെയും ഫൈനൽ 200, 4x400, ട്രിപ്പിൾ ജമ്പ് 3 കാറ്റഗറികളിൽ, ഹൈ ജമ്പ് സീനിയർ വിഭാഗം ആൺകുട്ടികളുടെ ഈ മത്സരങ്ങളൊക്കെ തീർത്ത് 3-3:30 റവന്യൂ ജില്ല 67ാമത് മത്സരങ്ങളുടെ സമാപന ചടങ്ങിലേക്ക് ഞങ്ങൾ കടക്കും. 3 ദിവസം കൊണ്ടാണ് മത്സരങ്ങൾ നടത്തേണ്ടി വന്ന് എന്ന് ഇരുന്നാൽ പോലും വളരെ മനോഹരമായിട്ട് തന്നെ മത്സരങ്ങൾക്ക് കടക്കാനും പൂർത്തിയാക്കാനും സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്നലത്തെ മഴ വല്ല വെല്ലുവിളി സൃഷ്ടിച്ചോ? ഇല്ല, മഴ പോലും നമുക്ക് കൂടെ നിൽക്കുകയാണ് ചെയ്തത്. 6 മണിയോട് കൂടിയിട്ടാണ് നമുക്ക് മഴയുടെ ഒരു പ്രശ്നം ഉണ്ടായത്. അപ്പോഴും നമ്മൾ മത്സരങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. 2 ഇവൻറ്റുകൾ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് മാറ്റിവെക്കേണ്ടി വന്നത്. സബ് ജൂനിയർ ഗേൾസിൻ്റെ ഡിസ്കസ് ത്രോ, അതുപോലെ തന്നെ ഹാമർ, ഈ 2 മത്സരങ്ങളാണ് നമുക്ക് മാറ്റിവെക്കേണ്ടി വന്നത്. അതൊഴികെ ബാക്കിയെല്ലാം പൂർത്തിയായിരുന്നു. എങ്ങനെ ഈ സാധാരണ കേസിൽ മറ്റേ ചില പരാതികൾ ഈ ഒരു കായികമേളയെ സംബന്ധിച്ച് കുട്ടികളുടെ ഭാഗത്തു നിന്നോ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടുണ്ടോ? സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ചെറിയ ചെറിയ പരാതികൾ ഒഴിച്ചാൽ വളരെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ കായിക മത്സരങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ചെറിയ ചെറിയ പരാതികൾ അത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. അതൊക്കെ പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് കായികമേള ഈ വർഷത്തെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കായികമേള. സമയകൃത്യത കൂടുതൽ കൃത്യമായി തന്നെ ഈ ഒരു സമാപന ദിനത്തിലും പാലിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പം നമുക്ക് ഇന്നലെ വരെ ഉണ്ടായിരുന്ന എല്ലാ മത്സരങ്ങളും അപ്ഡേറ്റ് ആയിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ ഇന്നത്തെ മത്സരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അതിൻ്റെ ഇതുവരെയുള്ള ഷെഡ്യൂളുകളെല്ലാം നമ്മൾ പൂർത്തിയായിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 3:30 തന്നെ നമ്മുടെ കംപ്ലീറ്റ് മത്സരങ്ങൾ അവസാനിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് പോയിന്റ് നിലയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ, ഇപ്പോൾ രാവിലത്തെ റിസൾട്ടുകൾ പറ്റും വന്നോ? ഇപ്പോൾ ചാലക്കുടി ആയിരുന്നല്ലോ നിലവിൽ 1ാം സ്ഥാനത്ത്. എന്തെങ്കിലും മാറ്റങ്ങളുണ്ടായിരുന്നു? ഇപ്പം നിലവിൽ മാറ്റങ്ങൾ വന്നിട്ടില്ല. എന്നാൽ ഒരുപക്ഷെ മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ള മത്സരങ്ങളാണ് ഇപ്പോൾ ട്രാക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും 1 മണിക്കൂറിനകം ആ ലീഡിംഗ് നില ആർക്കാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്താനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വർഷം തൃശ്ശൂർ ജില്ല 42 മത്സരങ്ങൾ പൂർത്തിയാക്കാൻ പോകുന്ന ഒരു നിമിഷത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഒരു പരാതിയും ഇല്ലാതെ. എന്നാൽ ചില പ്രയാസങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ പ്രതിഷേധങ്ങളെ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കുട്ടികളാണെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ടാണ് ഇപ്പം മത്സരങ്ങൾ പൂർത്തിയാക്കാൻ ഈ പറയുന്ന എല്ലാ വിഭാഗം അധ്യാപകരും ശ്രമിക്കുന്നു എന്നുള്ള വലിയൊരു സന്തോഷം കൂടി ഒരു മാതൃകാ തരത്തിൽ ഈ മേള പൂർത്തിയാക്കാൻ പോവുകയാണ്. നമുക്കറിയാം ഈ കായികമേളയെ സംബന്ധിച്ച് ഉപജില്ലകളിൽ നടന്നപ്പോൾ കൂടുതലായി ഉണ്ടായിരുന്നത് കായിക അധ്യാപകരുടെ ഒരു സമരം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഉപജില്ലയിൽ നടന്ന മത്സരങ്ങൾക്കൊന്നും അതിൻ്റെതായ ക്വാളിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേർ മത്സര രംഗത്തുള്ളവർ തന്നെ രംഗത്ത് വരികയുണ്ടായി. അത്തരത്തിലുള്ള പോരായ്മകളോ വല്ലതും ഈ ഒരു കായികമേളയെ സംബന്ധിച്ച് ബാധിച്ചോ? മത്സരങ്ങൾ നടത്തുന്നത് യോഗ്യരായിട്ടുള്ള അധ്യാപകർ വേണമെന്ന് തന്നെയാണ് നമ്മുടെ മാനുവൽ പ്രകാരം പറയുന്നത്. ജില്ലാ കായികമേളയെ സംബന്ധിച്ച് മത്സരങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാം യോഗ്യരായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒഫീഷ്യൽസാണ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ഉണ്ട്, എന്നാൽ ടെക്നിക്കൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. എന്നാൽ ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ ഇത്തരം ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കാനും വാർത്തകളിലൂടെയൊക്കെ അറിയാൻ സാധിച്ചത്. അതിൻ്റെ റിയാലിറ്റി എന്തായാലും നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ യോഗ്യരായിട്ടുള്ള അധ്യാപകർ തന്നെ വേണം അതിൻ്റെ അടിസ്ഥാന തലം മുതൽ മത്സരിക്കാൻ വേണ്ടത്. പിന്നെ അടുത്ത വർഷം മുതൽ കൂടുതൽ ദിവസം മത്സരങ്ങൾ നടത്തണമെന്നൊരാഗ്രഹം പല അധ്യാപകരും പരിശീലകരും ആവശ്യപ്പെടുന്നുണ്ട്. 4 ദിവസങ്ങളിലേക്ക്. ഇപ്പോൾ ഈ സ്റ്റേഡിയത്തിന് തന്നെ ലൈറ്റും സൗകര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ്. അതിന് സാങ്ഷനും അനുമതിക്കായി. അപ്പോൾ കൂടുതൽ അവരുടെ മികവും അവരുടെ പ്രകടനവും ഒക്കെ വിലയിരുത്താൻ ദിവസം ഒന്ന് കൂട്ടി മത്സരങ്ങളുടെ സമയക്രമീകരണം ഒന്ന് മാറ്റി 11:30-ക്ക് മത്സരങ്ങൾ പൂർത്തിയാക്കി അല്ലെങ്കിൽ 2:30-ക്ക് മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ തുടങ്ങിയാൽ കുറേ കൂടി മെച്ചപ്പെടുമെന്ന് പൊതുവെ ഒരു അഭിപ്രായമുണ്ട്. 5 ഈവൻറ്റുകളാണ് ഭൂരിഭാഗം കുട്ടികളും പങ്കെടുക്കാറില്ല, ഉൾപ്പെടെ 3 ഇനങ്ങൾ വ്യക്തിഗതം. അപ്പോൾ അങ്ങനെ അധിക സമ്മർദ്ദം കുട്ടികൾക്കും വിദ്യാലയങ്ങൾക്കൊക്കെ കൊടുക്കാതെ മെഡലുകൾ വാങ്ങുക എന്നുള്ളത് വിദ്യാലയത്തിൻ്റെ ആവശ്യമാണെങ്കിൽ അത് ഓടുക എന്നുള്ളത് വിദ്യാർത്ഥിയുടെ ഉത്തരവാദിത്തമായിട്ട് മാറുമ്പോൾ അവർക്ക് സമയം കൊടുത്താൽ മതിയായ
വിശ്രമം കിട്ടും, സമ്മർദ്ദം കുറയ്ക്കാൻ കഴിയും, കൂടുതൽ നിലവാരം, പുതിയ ഉയരം, പുതിയ വേഗം, പുതിയ ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. എന്തായാലും ഇപ്പോൾ മത്സരങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. എല്ലാ അധ്യാപകരുടെ സഹകരണം അതിലുണ്ട്. ഓക്കെ, തീർച്ചയായും പ്രിയങ്ക, ഇത് തന്നെയാണ് കാരണം സംഘാടകരെ അധ്യാപകർ അടക്കം പറയുന്നത് ഇതാണ്. കാരണം കായികമേള അതിൻ്റെ പോരായ്മകൾ, അത് എല്ലാ കാലത്തും ചില പരിമിതികളും പോരായ്മകളും ഒക്കെ നിലനിൽക്കുന്നതാണ്. അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് മികച്ച രീതിയിൽ തന്നെ മൂന്നാം ദിവസവും, അതായത് സമാപന ദിനവും ഇപ്പോൾ കായിക മത്സരങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. ട്രാക്ക് രാവിലെ മുതൽ തന്നെ സജീവമാണ്. ഇന്നലെ നമുക്കറിയാം രാത്രി ശക്തമായ മഴ പെയ്തിരുന്നു. എന്നാൽ അതൊന്നും തന്നെ ഇവിടെ ലെവലേശം പോലും അതിനെ ബാധിച്ചിട്ടില്ല, മത്സരങ്ങളെ ബാധിച്ചിട്ടില്ല. മികച്ച സംഘാടനത്തിലൂടെ തന്നെ ഇപ്പോൾ സമാപന ദിനത്തിലേക്കും കായികമേള കടന്നിരിക്കുകയാണ്. നമുക്കറിയുന്നത് പോലെ തന്നെ പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ നിലവിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. അല്പസമയത്തിനകം തന്നെ പുതിയ പോയിന്റും ഫൈനലുകളുടെ എല്ലാം തന്നെ പോയിന്റുകൾ ശേഖരിച്ചുകൊണ്ട് തന്നെ പുതിയ മാറ്റങ്ങളിലേക്ക് വരാം. ശരി അഭിജിത്ത്, കുന്നംകുളത്ത് നടന്നുവരുന്ന തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് കൊടിയിറങ്ങുകയാണ്. മേളയിൽ ചാലക്കുടി ഉപജില്ലയാണ് മുന്നിട്ട് നിൽക്കുന്നത്. തൃശൂർ ഈസ്റ്റ് ഉപജില്ലയാണ് രണ്ടാം സ്ഥാനത്ത്. എന്തൊക്കെയാണെങ്കിലും എല്ലാ പ്രതിസന്ധികളും മറികടന്ന് വളരെ ഭംഗിയിലാണ് മേള മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് അഭിജിത്താണ്.